ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണണേ. ഈ തിരുവനന്തപുരത്തുള്ള മേയർ ഈ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമല്ല. എന്നാൽ ഈ പാവങ്ങളുടെ ആവശ്യമൊന്നും അംഗീകരിക്കാൻ പുള്ളി സമ്മതിച്ചില്ലെന്നൊക്കെ പറയുന്നത്. ഇത് കേട്ടിട്ട് ബാക്കി പറയാം. ഞങ്ങൾ ഇന്ന് തിരുവനന്തപുരം മേയർ വി രാജേഷിനെ കാണാൻ വേണ്ടി പോയിരുന്നു. നഗരത്തിൽ നിന്ന് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നായ്ക്കളെ എടുത്തുകൊണ്ട് പോകുന്നു. എവിടെയാണ് നിർത്തുന്നത് എന്ന് വളരെ മാന്യമായിട്ട് ഒരു ചോദ്യമാണ് അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചുള്ളൂ. പക്ഷെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ വളരെ അഗ്രസീവായിട്ടാണ് അദ്ദേഹം അതിന് മറുപടി തന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവർ പറഞ്ഞുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ എന്നാ കൊണ്ട് കേസ് കൊടുക്ക് എന്നുള്ള രീതിയിലാണ് മേയർ ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. അതായത് ഇത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ എത്ര ചോദിച്ചാലും ഇതിന് മറുപടി തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിലെന്തോ മറച്ചു വെക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് പൂർണ്ണ ബോധ്യമായിട്ടുണ്ട്. ഈ രീതിയിലല്ല ഒരു മേയർ സ്ഥാനത്തിരിക്കുന്ന ഒരാള് നമ്മളോട് സംസാരിക്കേണ്ടത്. തിരുവനന്തപുരം മേയറുടെ അടുത്ത് ഒരു ആവശ്യവുമായിട്ട് പോയി, ആക്ച്വലി റിക്വസ്റ്റുമായിട്ട് പോയി. യഥാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് കുറച്ച് കാലങ്ങളായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ സുപ്രീം കോടതി ഓർഡർ വന്ന ശേഷം മാസീവ് സ്കെയിലിൽ നായ്ക്കളെ പിടിക്കുന്നുണ്ട്. സുപ്രീം കോടതി ഓർഡർ അനുസരിച്ച് പൊതുസ്ഥാപനങ്ങളിൽ നിന്ന് പിടിച്ചു മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അങ്ങനെയല്ല, എല്ലാ വാർഡുകളിൽ നിന്നും എല്ലാ പരിസരങ്ങളിൽ നിന്നും പിടിച്ചു മാറ്റുന്നുണ്ട്. മൃഗസ്നേഹികൾ പിന്നെ ഇറങ്ങിയിരിക്കുകയാണ്. ഇവരൊക്കെ പാവം ജനങ്ങൾ അല്ലെങ്കിൽ ഒരു മനുഷ്യന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവരാരും ഒന്നും കാണത്തൊന്നുമില്ല. പാവം കുഞ്ഞുങ്ങളെ വരെ ഈ പറയുന്ന തെരുവ് പട്ടികൾ വന്ന് കടിച്ച് കൊന്നിട്ടുണ്ട് എന്ന സിറ്റുവേഷനുണ്ട്. അല്ലാതെ എത്രയോ ആക്സിഡൻറ്റുകൾ നടക്കുന്നു ഈ പട്ടികൾ കാരണം. അതൊന്ന് എൻ്റെ നാട്ടിൽ തന്നെ കഴിഞ്ഞ മാസം 2 പേർക്കാണ് ആക്സിഡൻറ്റ് പറ്റിയിരിക്കുന്നത്. ഏതോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. സ്കൂട്ടറിൻ്റെ മുമ്പിലോട്ടെടുത്ത് ചാടി ലേഡീസിന്. ഒരാൾ വീട്ടിൽ നിന്ന് ആളെ വന്നിട്ട് കടിച്ചിട്ട് പോയി. ഒരാൾ സ്കൂട്ടറെ വന്ന് വരുന്ന വഴിക്ക് കുറുകെ ചാടി. അങ്ങനെ ഏതോ ഭാഗ്യത്തിന് വേറെ വണ്ടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നാലും കാലിന് ആക്സിഡൻറ്റ് അത് ഒടിവ് പറ്റിയിട്ടുണ്ട്. അപ്പം ഇവർ നിങ്ങളെ ആ തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ഇച്ചിരിയൊക്കെ ഒരു മേയർ അല്ലെങ്കിൽ അവർ നല്ല കാര്യം ചെയ്യുമ്പോൾ ഇവരെ പോലുള്ള നിങ്ങൾ വന്നിട്ട് ഉടക്കുണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കാൻ ഇപ്പോൾ ഇറങ്ങി തിരിച്ചേക്കുന്നത് എന്തൊരു കഷ്ടമാണെന്ന് ആലോചിക്കുന്നത്. ഇവർ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഇതുങ്ങൾ കടിച്ചു കൊല്ലുന്ന ടൈമിലൊന്നും ഇവർക്കൊന്നും ഒന്നും പറയാനൊന്നുമില്ല. മനുഷ്യൻ്റെ കാര്യത്തിലൊന്നും ഇറങ്ങി തിരിക്കാൻ ആരുമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല.